ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാലി പ്ലാന്റേഷനിലെ 8ാം ബ്ലോക്കിലെ ഡിവിഷനിലാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ ഏതാണ്ട് സ്ലോട്ടർ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടിപ്പോൾ മുറിക്കാൻ വേണ്ടി കൊടുത്ത് ഇതായേക്കാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുറിച്ച് കഴിഞ്ഞ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിന് നേരെ മേളിൽ കാണുന്നത് 14ാം ബ്ലോക്ക് എന്ന് പറയും. അവിടെയുള്ള സ്ഥലം മുമ്പ് റബ്ബർ പ്ലാന്റ് ചെയ്തിട്ട് അത് ഈ കാട്ടുമൃഗങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നശിച്ചു പോയിട്ട് ഇപ്പോൾ അത് കൈതച്ചക്കാർക്ക് പുറമേക്ക് കൊടുത്തേക്കാണ്. അവരിപ്പോൾ അവിടെ മൊത്തം കൈതച്ചക്കൊക്കെ നട്ട് ഭംഗിയാക്കി ഫെൻസിങ് ഒക്കെ ഇട്ട് സൂപ്പറാക്കിയേക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ എണ്ണപ്പനയും കൂടി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പറയുന്ന പേര് ചിക്കൻ കുണ്ടെന്നാണ്. പണ്ട് ചിക്കൻ പോക്സ് വന്നവരൊക്കെ കിടത്തിയിരുന്നത് ഇവിടെയാണ്, ഈ കാണുന്ന ഇതിലാണ്. ആ 2 കെട്ടിടം അതൊക്കെ ഇപ്പം നശിച്ചു പോയി. നശിച്ച് ഏതാണ്ട് ആന പൊളിക്കലും പിന്നെ ഈ മരങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വളർന്ന് ആകെ മോശമായി പോയി. അപ്പോൾ അത് കണ്ടോ, ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുറേ മാവും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. പ്ലാവൊക്കെ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ മറച്ചു പോയി, ആനയൊക്കെ മറച്ചു പോയി. ഈ കാണുന്നതിലാണ് ചിക്കൻ പോക്സ് വന്നവരെ ബാക്കിയുള്ള ഇതിപ്പോൾ ഒരു പകരുന്ന രോഗമായതുകൊണ്ട് ബാക്കി എല്ലാവർക്കും പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ കോട്ടേഴ്സിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് ചികിത്സിച്ച് പ്ലാന്റേഷൻ തന്നെ അതിന് നോക്കാനായിട്ട് ആളെയും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ചിക്കൻ പോക്സ് വലിയ പ്രശ്നമല്ലാത്തൊരു അസുഖമായി. സ്വാഭാവികമായിട്ടും അത് വന്നിങ്ങനെ മാറും. പിന്നെ അങ്ങനെ ഇവിടുത്തെ ഉള്ള താമസക്കാരുടെ ബാഹുല്യം കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ ആരും താമസിക്കുകയും ഒന്നും ഇല്ലാണ്ടായിട്ട് അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഏദൻ തോട്ടം പോലെയായിരുന്നു പണ്ട്. നിറച്ച് ആൾക്കാരും തൊട്ടപ്പുറത്ത് വേറെയും ലൈൻസുകളുണ്ട്, തൊഴിലാളികളുടെ ലൈനുകളുണ്ട്. അവിടെയൊക്കെയാണ് നിറച്ച് തിങ്ങി പാർത്തുകൊണ്ടിരുന്നത്. തൊഴിലാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റാഫുകളൊക്കെ പോയതിന് ശേഷമാണ് ഇത് ചിക്കൻ കോട്ടേഴ്സായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ മാവൊക്കെ ഉണ്ട്. ഇതിൽ കുറേ നിറയെ മാങ്ങ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം ഇവിടെ ലോഡിന് വന്ന ആൾക്കാരൊക്കെ ആയിട്ട് പറിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പോയി. ഇത് വലിയ മാങ്ങ ഉണ്ടാവുന്ന ഒരു മാവായിരുന്നു ഈ കാണുന്നത്. ഇത് ഇത് ഇവിടുത്തെ കിണറാണ്. കിണറെന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് ആൾക്കാർ തിങ്ങി പറക്കുന്ന എല്ലാ ഏരിയയിലും പ്ലാന്റേഷൻ്റെ ചിലവിൽ വലിയ കിണർ കുത്തി ഇതിൽ നിന്ന് കുടിവെള്ളം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. ഇപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിലും വെള്ളം മോശമാണ്. ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് വെള്ളമൊക്കെ മോശമായി പോയി. ഈ ആവശ്യമില്ലാത്ത പാഴമരങ്ങളൊക്കെ ഇതിനെ ചുറ്റി വളർന്ന് കിണറിനൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. വെള്ളമൊക്കെ ആകെ അഴുക്കാണ്. ഈ കാണുന്ന ഏരിയ ഒക്കെ നിലവിൽ ശരിക്കും റബ്ബർ മരങ്ങൾ നല്ല തിക്കായിട്ട് നിന്നിരുന്ന ആ കാണുന്ന പോലെ തന്നെ റബ്ബർ മരങ്ങൾ നിന്നിരുന്ന സ്ഥലമാണ്. അതൊക്കെ ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ മുറിച്ചു പോയേക്കാണ്. ഇനി അങ്ങോട്ടേക്ക് ബാക്കി മുറിക്കാനുള്ളതാണ്. ഒരു 12,000 മരത്തോളം ഈ ഏരിയയിലുണ്ട്. അത് മൊത്തം മുറിക്കാനുള്ളതാണ്. ഇപ്പം ഇത്ര ഭാഗം മുറിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിങ്ങനെ മുറിച്ച് ഏതാണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ തരിച്ചായിട്ട് പിന്നെ അത് കൈതച്ചക്കയ്ക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കൈതച്ചക്കയ്ക്ക് വേണ്ടി കൊടുക്കാനാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഈ കാണുന്നതിലെ പോലെ തന്നെ കൈതച്ചക്കകൾ ഇവിടെ മൊത്തം ഇങ്ങോട്ടേക്ക് പ്ലാന്റ് ചെയ്യും. ഈ റബ്ബർ മുറിയൊക്കെ കഴിയുമ്പോൾ അതിനുശേഷം 3 കൊല്ലത്തേക്കാണ് ഇത് പാട്ടത്തിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തന്നെ പ്ലാന്റ് ചെയ്ത് തൈ നമുക്ക് പ്ലാന്റ് ചെയ്ത് തരും, ഈ കരാറടിസ്ഥാനത്തിൽ എടുക്കുന്ന ആൾക്കാർ, ഈ കൈതച്ചക്കക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് 3 കൊല്ലം കഴിഞ്ഞ് തന്നെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ തൈകൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരിക്കും ഫെൻസിങ് ഒക്കെ ഇട്ട് നല്ല കാര്യക്ഷമമായിട്ട് കാവലൊക്കെ ഏർപ്പെടുത്തി
ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റബ്ബർ ഇനിയും പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് അറിയില്ല, കണ്ടറിയേണ്ട വരും എങ്ങനെ വരും എന്താവും എന്നൊക്കെ. ഇത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നല്ല ഓർഡറിൽ ഇത് നല്ലൊരു ഏരിയ ഉണ്ട്. ഇതും ഈ കാണുന്ന കുന്നും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കുന്ന് ഫുള്ള് ഇതുപോലെ തന്നെ അവർ കൈതച്ചക്ക പ്ലാന്റ് ചെയ്തേക്കാണ്. മൂവാറ്റുപുഴക്കാരാണ് ഇത് എടുത്തിരിക്കുന്നത് കൈതച്ചക്കയ്ക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്നത് അവിടെ നിന്ന് മേളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചാലാണ്. ഇപ്പം മഴ ശക്തമല്ലാത്തത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള നീരൊഴുക്കില്ല, ചെറിയ തോതിലുള്ളൂ വെള്ളം. അപ്പോൾ ഇതിന് ചുറ്റും അവർ ഫെൻസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ലതേ, ഹാങ്ങിങ് ഫെൻസ് ഇട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ ഫെൻസ് ഉണ്ട്. അങ്ങനെ 2 രീതിയിൽ ഫെൻസ് ഇട്ടിട്ട് അവർ ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ തടയാനായിട്ട്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആനയുടെ കാൽപാദം ആണ് ഈ കാണുന്നത്. ആന ചവിട്ടി നിന്നതിൻ്റെ ചെളി ഇതായാണ്. തൊട്ടപ്പുറത്ത് വലുതുണ്ട്, ഇതാ കാണുന്നതാണ്. ആന, മ്ലാവ്, അങ്ങനെയുള്ള എല്ലാ ജീവികളും. ഇപ്പം ഞങ്ങൾ വന്നപ്പം മയിൽ ഉണ്ടായിരുന്നു ഇവിടെ. മയിലിൻ്റെ ചെറിയൊരു കാൽപാദമാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ഏരിയ മൊത്തം അങ്ങനെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നല്ല തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ വണ്ടി വെച്ചിരിക്കുന്നിടത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതിയെ മേളിലോട്ട് കയറി പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന സൈഡിൽ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ആനയാണ്. ആനയുടെ കാൽപാദം ആണ് ഇത്. ചെളിയിൽ പതിഞ്ഞ പാടാണ്, ഇങ്ങോട്ടേക്ക് ഫുള്ളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാൽപാദങ്ങളുണ്ട്, പതിഞ്ഞിട്ടുണ്ട് ചെളിയിൽ. അപ്പോൾ ചെറിയും വലിയ 2 ടൈപ്പിലുള്ള ആനയും ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കാലിൻ്റെ പാട് കൂടി കാണുന്നുണ്ട്, ഈ കാണുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പുലിയുടെ ആയിരിക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ പണ്ടത്തെ PCKയുടെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയാണ്. പണ്ട് നല്ല പ്ലാന്റേഷൻ്റെയൊക്കെ പ്രതാപകാലത്ത് ഇവിടെ ഡോക്ടറൊക്കെ താമസിക്കുമ്പോൾ വളരെ ഭംഗിയായിരുന്നു. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു കൊതി തോന്നിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടുത്തെ. ഇപ്പോഴൊക്കെ ആകെ നശിച്ചു പോയി. മരങ്ങളൊക്കെ, ചീനി മരങ്ങളൊക്കെ അതിൻ്റെ മേളിൽ കൂടെയൊക്കെ വളർന്നത്. ആ മരം ആ കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ മുകളിലാണ് നിൽക്കുന്നത്, എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ നേരത്തെ പോയ സ്ഥലം ആ കാണുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ ആ കൈതച്ചക്ക പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ അടിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അളിയൻ താമസിച്ചിരുന്ന ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത്. അളിയൻ്റെ ഫാദർ ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ആ വീടൊക്കെ ഇപ്പോൾ ഏതാണ്ട് നശിച്ച് പൊളിഞ്ഞ ഒരു പരുവായി. അന്ന് ഇത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ഇതാണ്. ശരിക്കും അളിയൻ്റെ അമ്മയൊക്കെ നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ ചെത്തി നല്ല കാടൊക്കെ വൃത്തിയാക്കി ഭംഗിയായിട്ട് കൊണ്ടുവന്നിരുന്നതാണ്. ഇപ്പോഴൊക്കെ ആകെ ഇതായി. ഇത് കാണിച്ചു തരാം ആ വീട്. ഇത് ഈ വീടിൻ്റെ മേളിൽ കൂടി ഇപ്പോൾ തൊണ്ടിമരവും അതുപോലെ എല്ലാം വളർന്ന് ഇങ്ങനെ ആകെ നശിച്ചു പോയി. പിന്നെ ആനയൊക്കെ പൊളിച്ചും മൊത്തം മരങ്ങളൊക്കെ വീണ്, ചക്ക, ഇത് പ്ലാവ് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്, അതിൽ നിന്ന് ചക്കയൊക്കെ വീണിട്ട് എല്ലാം നശിച്ചു പോയി. ഇവിടെ വരുമ്പോൾ ശരിക്കും ആദ്യമൊക്കെ സീസൺ ആകുമ്പോൾ വരുമ്പോൾ നിറച്ച് മാങ്ങി, ഇവിടെ ഒരു 2-3 മാവുണ്ട്, ആ മാവ് നിറയെ മാങ്ങി, പ്ലാവിൽ നിറച്ച് ചക്കയും. അതുപോലെ ഫ്രണ്ടിൽ ഞങ്ങൾ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്ന സ്ഥലമായിരുന്നു. ഇത് ഈ കാണുന്നത് ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് ഇതുപോലെ കാടൊന്നും ആയിരുന്നില്ല, നല്ല ഭംഗിയായിട്ട് ചെത്തി, പുല്ലൊക്കെ ചെത്തി, ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സ്ഥലമാണിത്. തൊട്ടപ്പുറത്തൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ അളിയനൊക്കെ കൂടി മീനെ വളർത്തലും ഇതൊക്കെയായിരുന്നു. പിന്നെ അവിടെ കാണുന്നത് ഒരു കിണർ, ഇവർക്ക് വെള്ളമെടുക്കാൻ വേണ്ടിയുള്ള കിണറാണ്. അത് അന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു അതിൽ. ഇപ്പോൾ അതൊക്കെ കാട് പിടിച്ച് അങ്ങനെയായി. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ പാൽപ്പുര എന്ന് പറയും. ഈ ലാറ്റക്സ് റബ്ബറിൻ്റെ പാല് കളക്ട് ചെയ്യാനുള്ള സ്ഥലമാണത്, സംഭരണ കേന്ദ്രം. ഇവിടുന്ന് ലാറ്റക്സ് കളക്ട് ചെയ്തതിന് ശേഷമാണ് ടാങ്കർ വന്നിട്ട്, വണ്ടി വന്നിട്ട് അതിലേക്ക് വീണ്ടും പാല് പിടിച്ചിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യം സ്ഥിരം വരുമായിരുന്നു. അപ്പോൾ ഞാൻ അളിയനൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിയും അതുപോലെ തന്നെ ഈ താഴെയുള്ള കുണ്ട്, ചിക്കൻ കുണ്ട്, നമ്മൾ കണ്ട അവിടെയുള്ള ആ ലൈൻസിലുള്ള പിള്ളേരെല്ലാം വന്ന് ഇവിടെയൊക്കെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും. ഇതിന് തൊട്ട് താഴെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു.
ഈ കാണുന്ന ഇപ്പം നമ്മൾ കാണുന്ന ഈ റബ്ബർ തോട്ടത്തിൻ്റെ നേരെ താഴോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. അവിടെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി മൂകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഈ വീഡിയോ കാണുന്ന പ്ലാന്റേഷൻകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് പതിയെ ഇവിടുന്ന് പോകാൻ പോവാണ്. ഇനി ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഇവിടെ ഇങ്ങനെ പണിക്കാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നിശബ്ദമായി കിടക്കുന്നതുകൊണ്ട് ആൾപ്പെരുമാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെറുതെ ആനയുടെ ഉള്ളിൽ പോയി പെടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. നിച്ചപ്പനൊക്കെ ശരിക്കും ആന പുലി എന്നൊക്കെ കേട്ടപ്പോൾ ഏതാണ്ട് പേടിച്ച് ഇതായിട്ടാണ് നിൽക്കണേ. എന്നുവെച്ചു അപ്പോൾ നമ്മൾ പതിയെ പോവാണ്, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.